ബി.ജെ.പിയുടെ പ്രചരണത്തെ ഫലപ്രദമായി ചെറുക്കാൻ കോൺഗ്രസിന് കഴിയാതിരുന്നതിന്റെ കാരണങ്ങളാണ് എ.കെ. ആന്റണി, മുകുൾ വാസ്നിക്, ആർ.സി. കുണ്ടിയ, അവിനാഷ് പാണ്ഡെ എന്നിവർ അംഗങ്ങളായ സമിതി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ നിശ്ചലമായിരുന്നുവെന്നും മോദിയെ മാന്ത്രികനായി ചിത്രീകരിച്ച ആർ.എസ്.എസ്. പ്രചാരണത്തെ ചെറുക്കാൻ പാർട്ടി നേതാക്കൾക്കായില്ലെന്നും ആന്റണി സമർപ്പിച്ച റിപ്പോർട്ട് കണ്ടെത്തിയതായി സൂചനയുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസിനായില്ല. മുസ്ലിം സംവരണത്തെക്കുറിച്ച് ചില നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ അനുചിതമായി മാറി. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണെന്ന തെറ്റിദ്ധാരണ പടരാൻ ഇത് വഴിയൊരുക്കി. മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിന് UPA സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളിൽ പലതും ജനങ്ങളിലേക്കെത്താഞ്ഞത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമായി ചിത്രീകരിക്കപ്പെട്ടു. കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകങ്ങളിലും നേതാക്കളിലും ഏകോപനമില്ലായ്മയും അലസതയും വർദ്ധിച്ചത് പരാജയത്തിന്റെ കാരണമായി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും PCC അധ്യക്ഷന്മാരെയും അവസാന വർഷം മാറ്റിയിരുന്നുവെങ്കിൽ പാർട്ടിക്ക് പ്രകടനം മെച്ചപ്പെടുത്താനാവുമായിരുന്നു. ജനറൽ സെക്രട്ടറിമാരിൽ ചിലർ അപൂർവമായി മാത്രമായാണ് സംസ്ഥാനങ്ങൾ സന്ദർശിച്ചത്. UPA ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിലും പാർട്ടി പരാജയപ്പെട്ടു. 1999 മുതൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ ചൊല്ലി ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലെല്ലാം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മൻമോഹൻ സിംഗ് എന്നീ തലമൂത്ത നേതാക്കളെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇത്തവണത്തെ റിപ്പോർട്ട് പരസ്യമാക്കണമെന്ന് പാർട്ടിക്കകത്ത് ശക്തമായി ആവശ്യമുയരുന്നുണ്ട്. റഷീദുദ്ദീൻ, മീഡിയ 1, ന്യൂഡൽഹി.